ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ദൃഢം സിനിമ ഇന്നലെ പോയി കണ്ട്. ജിത്തു ജോസഫ് പ്രസന്റ് ചെയ്യുന്ന സിനിമ വേറെ ഒന്നും കൊണ്ടല്ല, ഇതിന്റെ സംവിധായകൻ ജിത്തു ജോസഫിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. നേരം, കൂമൻ, അങ്ങനെ ഒരുപാട് സിനിമകൾ ജിത്തു ജോസഫിന് ഇപ്പോൾ ഏറെ നാള് അസിസ്റ്റന്റ് ആയിട്ട് നിന്നിരുന്ന മാർട്ടിൻ ജോസഫാണ് ഇതിന്റെ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നിലയിലും പിന്നെ നമ്മുടെ ഷൈൻ നിഗം ഒരുപാട് നാൾക്ക് ശേഷം അത് പ്രത്യേകിച്ച് ഒരു പോലീസ് വേഷം, അവന്റെ ആ ഒരു കുട്ടിത്തം മാറാത്ത മുഖത്ത് എങ്ങനെ പോലീസ് വേഷം ചെയ്യും എന്നുള്ളൊരു ആകാംക്ഷ കൂടി ഉണ്ടായി ഈ സിനിമ കാണാൻ പോകാനുള്ളൊരു പിന്നിൽ. പിന്നെ റിവ്യൂ ചെയ്യണം. അപ്പൊ അങ്ങനെ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, ഈ ഒരു മലയാളത്തിലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഇനി ചെയ്യാൻ നേരത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മൾ ഒരുപാട് സിനിമകൾ മലയാളത്തിൽ തന്നെ പോലീസ് സ്റ്റേഷൻ ഒരു ലൊക്കേഷൻ ആയിട്ട് വരുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ട്. മുംബൈ പോലീസ്, അല്ലെങ്കിൽ ആക്ഷൻ ഹീറോ ബിജു, അല്ലെങ്കിൽ നമ്മുടെ വലതുവശത്തെ കള്ളൻ, ഇഷ്ടം പോലെ ജിത്തു ജോസഫിന്റെ സിനിമകൾ, ഇതെല്ലാം കണ്ട് ഇതിലെ കഥകളും ഇതിന്റെ സ്റ്റൈലും ഇതിന്റെ പ്രസന്റേഷനൊക്കെ നമ്മുടെ മനസ്സിൽ ഓൾറെഡി പതിഞ്ഞിരിക്കണതാണ്. അപ്പൊ ഇതിനപ്പുറം എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. കാരണം കാണിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനുള്ളിൽ ഇവർ റിസർച്ച് നടത്തി പോലീസുകാരുടെ മാനർസങ്ങളും സ്വഭാവങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ഈ സിനിമകൾ ചെയ്തത്. അങ്ങനെ നോക്കാൻ നേരത്ത് ഈ സിനിമയിൽ വരാൻ നേരത്ത് പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ കിടക്കുന്ന അയ്യോ പാവം പോലീസുകാരാണല്ലോ എന്നുള്ള രീതിയിലാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. അതൊരു കുറ്റമായിട്ട് പറയണല്ല, എന്നാലും അങ്ങനെ ഒരു ഫീല് നമുക്ക് വരുന്നുണ്ട്. കാരണം ഓൾറെഡി നമ്മളെല്ലാ സിനിമകളും കണ്ടുപിടിച്ച് പോലീസുകാരുടെ മാനർസങ്ങളും കാര്യങ്ങളെല്ലാം, ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഫീൽ ചെയ്ത് നമ്മളതെല്ലാം അറിഞ്ഞിട്ടാണ് നമ്മൾ ഇതുപോലുള്ള സിനിമകൾ വരുന്നത്. അപ്പൊ കഥയ്ക്കുപരി ആ സിനിമയിൽ എങ്ങനെയാണ് ആ പോലീസ് സ്റ്റേഷനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് കാണിക്കുമ്പോൾ അതൊരു സീരിയൽ ടൈപ്പ് അല്ലാത്ത രീതിയിൽ കാണിക്കുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ മുളച്ച് നിൽക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം. ജിത്തു ജോസഫിന്റെ സിനിമയായിട്ട് ഒരു ചെറിയൊരു സാമ്യം ഈ ഒരു സിനിമക്ക് വരുന്നുണ്ട്. ഈ ജിത്തു ജോസഫിന്റെ ഒരു പാറ്റേൺ സ്റ്റൈലിലൊക്കെ ഈ ഒരു സിനിമ പിടിച്ചിട്ടുണ്ട്. ഒരു നായകൻ വരുന്നു, പിന്നെ ആ സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ ഗ്രാജുവലി കഥയെ പതിയെ കൊണ്ടുപോയിട്ട് ഏറ്റവും അവസാനം ഒരു പൊട്ടിത്തെറിയിലൂടെ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഈ സിനിമ കാണിച്ചിരിക്കുന്നത്. മെയിനായിട്ട് പറയുന്നത്, ജിത്തു ജോസഫിന്റെ സിനിമയിൽ ഒരുപാട് ആളുകൾ പരാതി പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു സീരിയൽ ടൈപ്പ് ഫീല് എവിടെയൊക്കെ വരും എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഷോബി തിരകനെ പോലുള്ള ഈ നടന്മാർ അഭിനയിക്കാൻ നേരത്ത് അയാളുടെ ഡയലോഗ് ഡെലിവറി, അയാളുടെ അഭിനയവും ഒരു സീരിയലിന് തുല്യമായിട്ടുള്ള രീതിയിൽ വരാറുണ്ടെന്ന് എല്ലാവരും പറഞ്ഞേക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു സിനിമയിൽ അങ്ങനെ ഒരു ഫീല് വന്ന്, പ്രത്യേകിച്ച് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് എൻ്റെ വൈഫ് പറഞ്ഞ് ഒരു സീരിയൽ ടൈപ്പ് അഭിനയവും ഈ രംഗങ്ങളൊക്കെ പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ശരിയാണ്, എനിക്കും അങ്ങനെ തോന്നി. ഈ സിനിമയുടെ വൺ ലൈൻ അല്ലെങ്കിൽ ഒരു പ്ലോട്ട്, ഇതിൻ്റെ നല്ല രസമുള്ളൊരു പ്ലോട്ടാണ് ഇതിൻ്റെ. അതായത് പുതിയതായിട്ട് ചാർജ് എടുക്കാൻ പറ്റുന്ന, അവർക്കപ്പോൾ അധികം പ്രായമൊന്നും ഉണ്ടാവില്ല, ചാർജ് എടുക്കാൻ പറ്റുന്ന SI അയാൾ വരുമ്പോൾ തന്നെ നാട്ടിൽ നടക്കുന്ന 2-3 കൊലപാതകങ്ങളും അല്ലെങ്കിൽ ഒരു തെഫ്റ്റ്, വലിയൊരു കൊള്ള, ബാങ്ക് കൊള്ളയും എന്നുള്ളൊരു വൺ ലൈൻ, അത് നല്ല രസമുള്ളൊരു സബ്ജക്റ്റാണ്. ഒരു പ്രത്യേകിച്ച് ഒരു പയ്യൻ, ഒരു യുവാവായ ഒരു പോലീസുകാരൻ വരുമ്പോൾ അയാൾക്ക് ഉണ്ടാവുന്ന ഈ സംഘർഷങ്ങളും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഒരു പ്രഷറും ഇതെല്ലാം കൂടി അയാളെങ്ങനെ തരണം ചെയ്യും എന്നുള്ള രീതിയിലായിരിക്കണം ഇവർ ഇതിന്റെ ഫസ്റ്റ് ലൈൻ പറഞ്ഞത്. നല്ല രസമുള്ള ഫസ്റ്റ് ലൈനാണ്. പക്ഷെ ഇതിന്റെ സ്ക്രിപ്റ്റിങ്ങും ഇതിന്റെ സ്ക്രീൻ പ്ലേയും വരാൻ നേരത്താണ് നമുക്ക് ചില പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ നമ്മൾ കണ്ട് ശീലിച്ച പോലീസ് സ്റ്റോറികളെല്ലാം, അതിലെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായിരുന്നു. മലയാളത്തിൽ ഇറങ്ങിയ സിനിമ പോലീസ് സ്റ്റോറികളിലെല്ലാം കാസ്റ്റിംഗ്, റീസെന്റ് ആയിട്ട് ഇറങ്ങിയ 2010 ശേഷം ഇറങ്ങിയ സിനിമകളിലെല്ലാം കാസ്റ്റിംഗ് വളരെ മികച്ച കാസ്റ്റിംഗ് ആയിരുന്നു. എത്രത്തോളം പോലീസുകാരായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അവർ ചൂസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ വരാൻ നേരത്ത്, കാസ്റ്റിംഗ് വരാൻ നേരത്ത് ഒരു മിസ് കാസ്റ്റിംഗ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ അവർ അഭിനയിച്ചിട്ടുണ്ടോ, അവർ പെർഫോം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അവരോട് എന്താണ് പറഞ്ഞേക്കണം അത് അവരത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നല്ലൊരു മോശം അഭിനയം കാഴ്ചവെച്ചു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. അത് സംവിധായകനെ ജിത്തു ജോസഫായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ അത് എക്സിക്യൂട്ട് ചെയ്ത രീതിയിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഒരു ചെറിയൊരു സീരിയൽ ടൈപ്പ് അത് സ്ക്രീൻ പ്ലേയുടെയും സ്ക്രിപ്റ്റിന്റെയൊക്കെ ഒരു കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. 1-2 പോലീസുകാർ നമുക്ക് പരിചയമില്ലാത്ത ആളുകളാണ്. അപ്പൊ അവരിൽ നിന്നുള്ള അഭിനയമൊക്കെ നമുക്ക് അത്ര, ഈ ഒരു കാസ്റ്റിംഗ് വരാൻ നേരത്ത് അത്ര ഫീലായിട്ട് നമുക്ക് തോന്നില്ല. പിന്നെ 2 പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നോർമലി ഈ സിനിമകളിൽ പ്രധാനമായിട്ടും കൃഷ്ണപ്രഭ ഒട്ടുമിക്ക സിനിമകളിലും ഈ പോലീസുകാർക്ക് കോൺസ്റ്റബിൾ ആയിട്ട് വരുന്നുണ്ട്. നമ്മളിങ്ങനെ ശീലിച്ച് മറക്കാൻ ശ്രമിക്കുന്ന ചില കഥാപാത്രങ്ങളൊക്കെ അതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഒരു പെങ്കൊച്ചുണ്ട്. അപ്പൊ ഈ ചില SIമാരോ ചില കോൺസ്റ്റബിൾമാരോ യുവാവായ പോലീസുകാർ വരാൻ നേരത്ത് അവിടെയുള്ള SI കോൺസ്റ്റബിളിനെ, വുമൺ ആയിട്ടുള്ള SI കോൺസ്റ്റബിളിനെ ഇഷ്ടം തോന്നുകയും അവരുടെ പുറകെ അത് ഒരു ഭയങ്കര ക്രിഞ്ചും ക്ലീശയുമായിട്ടാണ് നമുക്ക് ആദ്യം തന്നെ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഇപ്പോഴത്തെ സംവിധായകരൊക്കെ എടുത്ത് കളയണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് അപ്പം തന്നെ ക്രിഞ്ചും അടിക്കും. ഈ വരും, അയാൾ ആദ്യം തന്നെ ഇഷ്ടപ്പെടുന്നു, അയാളുടെ പുറകെ നടക്കുന്നു, അതൊക്കെ എടുത്ത് കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പിന്നെ പറയേണ്ടത് ഈ ഓൾ ഓവർ ഷൈൻ നിഗത്തിന്റെ കാര്യം പറഞ്ഞ
ഒരു സ്റ്റേഷനിൽ ആദ്യമായിട്ട് വരുന്ന ഒരു SIയുടെ എല്ലാ മാനർസിങ്ങളൊക്കെ കുഴപ്പമുണ്ടായില്ല. നമ്മൾ വിചാരിച്ചു പിന്നെ അത് കൊളവാക്കും എന്നുള്ള സീനിലാണ് നമ്മൾ ഈ സിനിമ കാണാൻ പോയത്. പക്ഷെ വലിയ രീതിയിൽ കുഴപ്പമില്ല. അവൻ്റെ അഭിനയ മികവൊന്നും കളഞ്ഞു പോയിട്ടൊന്നുമില്ല. ഷെയ്ൻ നിഗത്തിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒരു ഇതിൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയതായിട്ട് വരുന്നൊരു SI ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇനി ഇത്രയും നേരം ഞാൻ നെഗറ്റീവ് പറഞ്ഞു, ഇനി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സിനിമയുടെ ഫൈനൽ ലാസ്റ്റ് 20 മിനിറ്റാണ് സിനിമയായി മാറുന്നത്. അവിടെ വരാൻ നേരത്ത് അവിടെ ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട് ഏറ്റവും ക്ലൈമാക്സിൽ. അത് നമ്മൾ ആരെങ്കിലും ഈ ഒരു സിനിമയുടെ ആക്ഷനാണ് കണ്ടിട്ട് അല്ലെങ്കിൽ പിന്നിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ആ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലാണ് ഈ തുടരും സിനിമയൊക്കെ പോലെ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അതിൽ ആ ഒരു ലേഡി കോൺസ്റ്റബിളും കൂടി ഇൻവോൾവ് ആകുന്ന ഒരു ഫൈറ്റ് സീൻ, അത് വളരെ കൺവിൻസിങ് ആയിട്ടാണ് അവർ ആ സിനിമയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. അവരെല്ലാവരും ഈ ശോഭിത് തിലകനും ബാക്കി എല്ലാവരും ഈ 5 പോലീസുകാരും ഈ ഷെയ്ൻ നിഗമായിട്ടുള്ള ഫൈറ്റാണ് നല്ല രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ക്ലാസ്, നല്ല മാസ്റ്റർ ക്ലാസ് ഒരു ഫീല് നമുക്ക് ആ ഒരു ഫൈറ്റ് സീക്വൻസിൽ കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നിൽ നിന്നും ഫ്രണ്ടിലേക്കാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഫീൽ ഉണ്ടായെന്നുള്ളൊരു സെറ്റപ്പാണ്. അല്ലെങ്കിൽ ഈ സിനിമയുടെ ഫൈറ്റ് സീക്വൻസ് ആണ് ആരെങ്കിലും ആദ്യം കാണുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും. ഈ സിനിമ ഏത് സിനിമയാണെന്നുള്ള അന്വേഷിച്ച് കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ ഡിസപ്പോയിന്റഡ് ആകാൻ പോണത്. പക്ഷേ ഈ സിനിമ അത്ര മോശം സിനിമയല്ല. നമുക്ക് ഇപ്പോൾ OTTയിലൊക്കെ കാണാൻ പറ്റിയൊരു സിനിമയാണ് ഈ സിനിമ. ഈ സിനിമയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേയിലും ഒരു പവറില്ല. പിന്നെ നമ്മൾ കണ്ടു മറന്ന പാറ്റേണുകൾ, ആ ഒരു സ്റ്റൈലെല്ലാം പോലീസ് രീതികളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട് അതിനപ്പുറം എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു സിനിമ, ഇനി പോലീസ് ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമകളൊക്കെ നന്നായിട്ട് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ മിസ്കാസ്റ്റിംഗ് ആണ് എന്ന് പറഞ്ഞ് അവർ ആരും അഭിനയിക്കാതിരുന്നിട്ടില്ല. നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റണ പോലെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ BGM ക്യാമറ തരക്കേടില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഉള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ ഇനി ഇതുപോലുള്ള സിനിമകൾ ഇറങ്ങാൻ നേരത്ത് ഇതുപോലുള്ള കാസ്റ്റിംഗ് പക്കയായിരിക്കണം. പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിലുള്ള രംഗങ്ങളൊക്കെ പക്കയായിരിക്കണം. പിന്നെ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചെയ്യാൻ നേരത്ത് ഇനി അധികം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചെയ്യാൻ നേരത്ത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്താൽ മാത്രമേ ആളുകൾക്ക് ഫീൽ ചെയ്യുള്ളൂ. നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഒരുപാട് പോലീസ് സിനിമകൾ കിടക്കുന്നുണ്ട്. അതൊക്കെയാണ് പറയാനുള്ളത്. ഷെയ്ൻ നിഗം അത്യാവശ്യം നല്ല രീതിയിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാൻ ഈ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള വിമർശനം നേരിടേണ്ട സിനിമയൊന്നുമല്ല. ലാസ്റ്റ് നമ്മൾ ഈ പറയൂലേ, നമ്മളൊരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ സദ്യ ഒട്ടും കൊള്ളൂല എന്ന് പറയുന്നതിന് പകരം സാമ്പാർ നല്ലായിരുന്നു, അവിയൽ നല്ലായിരുന്നു എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇതിലെ ചില ഭാഗങ്ങൾ നല്ലതാണ്, ചില ഭാഗങ്ങൾ നമുക്ക് കണക്റ്റ് ആയില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പോൾ അത്രേ ഉള്ളൂ ദൃഢം സിനിമയെ പറ്റി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.